ബാലൻഡ്യൂർ കിട്ടാത്തപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഈ റയൽ മാഡ്രിഡ് ഫാൻസും അതുപോലെ തന്നെ ഈ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഇങ്ങനൊരു വിവാദം വന്നു കഴിയുമ്പോൾ അവർ പറയുന്നത് ഇറ്റ്സ് എ റൂൾ. അതുപോലെ തന്നെയാണ് അപ്പുറത്തുള്ള കാര്യമൊന്നും എന്ത് ഇവർ ചിന്തിക്കാത്തത്. ഒരേറ്റ പെനാൽറ്റി ഇൻറ്റൻഷ്യലിയോ അൺഇൻറ്റൻഷ്യലിയോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവസാനം ഈ മത്സരത്തിലെ ഒരു വില്ലൻ പരിവേഷം അറിഞ്ഞോ അറിയാതെയോ അൽവാരസിന് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. ആ പെനാൽറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ ഒരു മുൻനിര താരങ്ങളെ പോലും നമുക്ക് എവിടെയും നേരാവണ്ണം കാണാൻ പോലും പറ്റിയില്ല. പക്ഷെ എന്നാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞുള്ള കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെനാൽറ്റി പോലും എത്താതെ അവരെത്രയോ ഗോളുകൾ അടിച്ച്, അതായത് 5 or 6 ഗോൾ അടിച്ച് ജയിച്ചതുപോലെയാണ്. സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഈ ഓവറായിട്ട് അവിടുത്തെ ഫാൻസിനെയും എസ്പെഷ്യലി ഞാൻ പറയുന്നത് വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യമാണ്. കാര്യം ഭയങ്കര ഇമ്മച്വർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്കറിയില്ല കേട്ടോ, ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ മാച്ചിനെ പറ്റി സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ബാക്ക്. ആൻഡപ്പൻ സ്പോർട്സ് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അല്ലെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഒക്കെ അവസാനിച്ചു. ആൻഡ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഓപ്പൺ ചെയ്താലും കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡ് ഡെർബിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ടോക്ക് സംസാരിച്ചിട്ട് പോകണം എന്നെനിക്ക് തോന്നി. സോ പേഴ്സണലി ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ ബാഴ്സലോണ അർജൻറ്റീന മെസ്സി ഫാൻ. ഓക്കെ, അപ്പോൾ അതിലൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ആൻഡ് ഐ എം നോട്ട് എ റയൽ മാഡ്രിഡ്. എനിക്ക് ഹെയ്റ്റ് ഉള്ള ഒരാളൊന്നുമല്ല. ഓക്കെ, കാരണം വെറുതെ ഈ 3 ടീമുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പ് തലയിലേക്ക് ചാപ്പ കുത്തി തരുന്നതാണ്. അപ്പം നിനക്ക് റയൽ മാഡ്രിഡ് റൊണാൾഡോനെ ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി മാറ്ററിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഒരുപാട് വിവാദങ്ങൾക്ക് തിരി കൊളുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും വലിയ ശാപം അവരെത്രയൊക്കെ വിൻ ചെയ്താലും അവരുടെ ഹേറ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസിനാണെന്നുണ്ടെങ്കിലും ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിജയങ്ങളാണ് മിക്ക തവണയും അവർക്ക് ഉണ്ടാകുന്നത്. അത് അവരുടെ കുഴപ്പമൊന്നും അല്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല എൻ്റെ വാദം. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം വന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ പെനാൽറ്റിയുടെ കാര്യം ഓണസ്റ്റായിട്ട് എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഫയ്ക്കും UEFA ഒക്കെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. ഫുട്ബോളിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിയമത്തിൽ പറയുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ടച്ച് അനുവദിക്കാൻ പറ്റുന്നില്ല ഒരു റൂളല്ല. അത് ഡബിൾ ടച്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഗോളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അൽവാരസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ലീഗ് മത്സരമൊന്നുമല്ല. ലോകത്തിലെ തന്നെ ക്ലബ്ബ് മത്സരങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്പർ 1 ലീഗ് തന്നെയാണ് അല്ലേ. ആ ലീഗിലുള്ള ടെക്നോളജീസ് എന്ന് പറയുന്നത് ഇന്ന് നിലവിൽ ഫുട്ബോളിൽ കൊടുക്കാവുന്നതിൻ്റെ ടു ദി എക്സ്ട്രീമും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളെല്ലാം വെച്ച് ഒരു മൈനറായിട്ടുള്ള ടച്ച് സംഭവിച്ചിട്ടുണ്ട്. അത് ഇൻറ്റൻഷ്യലി ആണ് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും ടച്ച് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈ ഫുട്ബോളിൽ നമുക്ക് പറയാം, ചിലപ്പോൾ ഒരു നിമിഷം മതി നായകനാവാനും അതുപോലെ തന്നെ വില്ലനാവാനും. അത്രയും നേരം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി മരിച്ച് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ് അൽവാരസ് അല്ലേ. എന്നിട്ട് അവസാനം ആ ഒരൊറ്റ പെനാൽറ്റിയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പ്ലെയേഴ്സിനെ തളർത്തിയിട്ടുണ്ടാവാം. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2-4 എന്നുള്ള രീതിയിൽ റയൽ മാഡ്രിഡ് അടുത്ത ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 8 പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അൽവാരസ് അത്രയും കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും ഇറങ്ങി കളിച്ചിട്ടും ഇതാണ് സംഭവിക്കുക. ചില സമയത്ത് ഫുട്ബോൾ അങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ. ഇനി ഞാൻ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞുള്ള കുറേ ഡിബേറ്റുകളിലാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റയൽ മാഡ്രിഡ് ഫാൻസിൻ്റെയും പ്ലേയേഴ്സിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇവർ തന്നെ ഈ ഇറ്റ്സ് എ റൂൾ, ഇറ്റ്സ് എ തേങ്ങ, ഇറ്റ്സ് എ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പറയും. എന്നിട്ട്
നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ബാലൻഡിയോർ എന്ന് പറയുന്ന സംഭവം ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്നത്. ഈ റയൽ മാഡ്രിഡ് തന്നെ അവർ തന്നെ പറഞ്ഞ എന്താണ്, ഇപ്പോൾ ഇതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അപ്പോൾ അത് അത്രയും ചിന്തിച്ചാൽ പോരെ, എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെയാണ് ലൂക്ക മാഡ്രിച്ച് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂഡ് ബെൽഗാം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓരോന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ബാലൻഡിയോറിലൊന്നും ഈ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഫിഫയുടെ റൂള് ഓക്കെ, ഒരു ലീഗിൽ വരുന്ന സംഭവമാണ്. ലീഗിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ബാലൻഡിയോർ എന്ന് പറയുന്നത് ഒരു സംഘടന ഈ പറയുന്നത് പോലെ തന്നെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. സോ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ലേ? ഇവരുടെ ഈ ഇരട്ടത്താപ്പ് അവിടെയാണ് വരുന്നത്. അതായത് നമുക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഇനി അല്ല, അത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കരയുന്നു, ആ മത്സരത്തിന് അല്ലെങ്കിൽ ആ എൻ്റെയർ സംഭവത്തെ ബഹിഷ്കരിക്കുന്നു, മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവങ്ങൾ. ഇതെല്ലാം റയൽ മാഡ്രിഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. റയൽ മാഡ്രിഡ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് റയൽ മാഡ്രിഡ് ജയിച്ച് കയറി പോയതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയത് ആ മത്സരം, ആ മാഡ്രിഡ് ഡെർബിയിൽ ഉണ്ടായിരുന്നതിൽ സിമിയോണിയുടെ പിള്ളേർ അത്രമേൽ അടിപൊളിയായിട്ട് കളിച്ചതുപോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ആ പെനാൽറ്റി ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള ബാലൻഡിയോർ ഡിസേർവ് ചെയ്യുന്ന വിനീഷ്യസ് ജൂനിയർ കരയുന്നതും ഇതും പെനാൽറ്റി പുറത്തേക്ക് അടിച്ച് കളഞ്ഞതും ഫാൻസിനെയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഡിയത്തിലുള്ളവരെയും ഒക്കെ ആക്കുന്നതല്ലാതെ പേഴ്സണലി എന്ത് വിനീഷ്യസ് ജൂനിയർ ആ മത്സരത്തിൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കണ്ടില്ല. ഇനി അതല്ലാതെ നമ്മുടെ എംബാപ്പെ ആ പെനാൽറ്റിക്ക് വഴിയൊരുക്കി വെച്ചു എന്നുള്ളത് അല്ലാതെ എംബാപ്പെ ഞാൻ നല്ല ഒരു കാര്യവും കണ്ടില്ല. ജൂഡ് ബെല്ലിംഗാം ആണെങ്കിലും പേഴ്സണലി അവരുടെ മുൻനിര താരങ്ങളൊന്നും ചെയ്യാത്ത ഒരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഈ പറയുന്ന പോലെ അടുത്തൊരു മത്സരത്തിലേക്ക് ഡിസേർവിങ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം അവർ അത്രമേൽ എഫേർട്ട് ഇട്ട് കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് സിമയോണി അവസാനം പെനാൽറ്റിയിൽ അവർക്ക് മിസ്സായി അവർ തോറ്റു എന്ന് കണ്ടിട്ട് പോലും സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഫാൻസിനോടും അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരോടും ദേ വർ ഡിസേർവിങ്, അവർക്ക് കയ്യടി കിട്ടേണ്ടതാണെന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് എനിക്ക് ഉറങ്ങാം, കാരണം ഞങ്ങൾ അത്രമേൽ നന്നായി പെർഫോം ചെയ്തിട്ടാണ് തോറ്റു പോയത് എന്നുള്ളൊരു സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫാക്റ്റ് തന്നെയാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇതിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ടും പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നതൊന്നും കാര്യമില്ല. എല്ലാ ലീഗിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ആ ടെക്നോളജിയുടെ മുകളിലേക്ക് എന്തായാലും വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരിപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു, ഒരു മൈനർ ടച്ച് ഉണ്ടായിട്ടുണ്ട്, ഇന്ന ടെക്നോളജി വെച്ചിട്ട് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇത് റയൽ മാഡ്രിഡിനെതിരെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഇതിൽ വില്ലനായി നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ മത്സരം കഴിഞ്ഞപ്പോൾ വിഷമം തോന്നിയൊരു കാര്യം അൽവാരസിൻ്റെ കാര്യമാണ്. അർജൻറ്റീനയുടെ ഒരു പ്രോമിസിങ് സ്റ്റാർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹീസ് എ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിനുള്ളിൽ തന്നെ ക്ലബിലാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം നേടിയിട്ടുള്ള ട്രോഫികളും മത്സരങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഈ മത്സരത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ വർക്ക് റേറ്റ് എടുത്തൊരു താരം അവസാന പെനാൽറ്റിയിൽ പോയപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക്, അതും അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ ആ പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ ടച്ച് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലൂടെ പുള്ളിക്ക് എവിടേക്കോ അതിൻ്റെ ഒരു വില്ലനായി മാറേണ്ടതായിട്ട് വന്നു എന്നുള്ളതൊരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുട്ബോളാണ്, എസ്പെഷ്യലി റയൽ മാഡ്രിഡ് ഫാൻസ് ആകുമ്പോൾ എനിക്ക് തന്നെ കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ റയൽ മാഡ്രിഡിൻ്റെ മത്സരം മാത്രമല്ല, എനിക്ക് കാണാൻ പറ്റുന്ന, എന്നെക്കൊണ്ട് ഹെൽത്ത് ഓക്കെയാണ്, ബാക്കി സംഭവങ്ങൾ ഓക്കെയാണ്, ഞാൻ അവിടെ ഉണ്ട്, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഉള്ള മത്സരങ്ങളെല്ലാം കാണുന്നൊരു മനുഷ്യനാണ് ഞാൻ ഫുട്ബോളിൻ്റെ. കാരണം അതിലൊരു രസമുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ ഫുട്ബോളിൻ്റെ പല സംഭവങ്ങൾ പലത് കാണുമ്പോൾ രസം. എനിക്ക് ഒന്നാമത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാം, ഇതിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും പറയാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ റയൽ മാഡ്രിഡിൻ്റെ കുറേ ഫാൻസിനോടുള്ള എനിക്കുള്ളൊരു വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാഴ്സലോണ ഫാൻ, നമ്മൾ അർജൻറ്റീന ഫാൻ, നമ്മൾ മെസ്സി ഫാൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ റയൽ മാഡ്രിഡ് ഹേറ്റേഴ്സ് ആണെന്നുള്ളത് ഇവർ ചാപ്പ് കുത്തിത്തരും. എന്നിട്ട് ഇവർ നമ്മളാ മാച്ച് ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താടാ നിനക്ക് സുഖമായി, ഞങ്ങൾ ജയിച്ചത് കണ്ടില്ലേ, ഉറക്കം പോയോ, വിഷമം ആയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങളൊക്കെ ജയിച്ചു പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നിങ്ങളെ ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇത്രമേൽ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഈ മത്സരത്തിൻ്റെ ഇടയിൽ തന്നെ തോന്നിയൊരു കാര്യമാണ്, ആ വിനീഷ്യസ് ജൂനിയറിന് ആ അവസാനം കിടന്നിട്ട്
15-ന്റെ സാധനമൊക്കെ കാണിച്ച് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ പേഴ്സണലി തോന്നിയത് പുള്ളിയുടെ ഒരു ഇമ്മച്വർ ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ്. കാര്യം ഒരു 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 സ്റ്റേഡിയത്തിൽ വന്നു, പുള്ളിക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മത്സരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള കളിച്ച താരങ്ങളുടെ പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് വിനീഷ്യസ് ജൂനിയർ തന്നെ ആയിരിക്കും. എന്നിട്ട് പുള്ളിയുടെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെനാൽറ്റി മുഴുവനും 4 അടിച്ചത് പുള്ളിയാണെന്ന് തോന്നിപ്പോവും. അതൊക്കെയാണ് പേഴ്സണലി ഈ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രമേൽ ഹെയ്റ്റ് ആയിട്ടുള്ള കുറേ സംസാരങ്ങൾക്ക് വഴി വെക്കുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മത്സരവും ബാക്കി കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പുതിയ ചാനലാണ്, പഴയ ചാനൽ നമ്മൾ ഇടുന്നില്ല, അതിൽ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.